പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനിതിൻ്റെ ഞാനിതിൻ്റെ ഒന്നാമത്തെ ദിവസം എഴുതിയ പോസ്റ്റ് നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ പോയാൽ കാണാം. ഹബീബ് ഉമർ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതിനുള്ള തെളിവെന്താ? ഞാൻ ആദ്യം മുതൽ കാന്തപുരത്തിൻ്റെ PR ഏജൻസി ഇറക്കി വിടുന്ന വാർത്തകൾക്കെതിരെ എഴുതിയ ആദ്യത്തെ പോസ്റ്റിൽ ചോദിച്ച കാര്യമാണ്, നിങ്ങൾ ഈ ഇറക്കി വിടുന്നതിനുള്ള തെളിവെന്താണ്? ഇവർ ഈ 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഇവർ കാന്തപുരം ഇടപെടാൻ പോകുന്നു എന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. ജൂലൈ 14-ാം തീയതി ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നിമിഷ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു ജോൺ അത് കൃത്യമായി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹത്തെ പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം പോലും അത് മറച്ചു വെച്ചിട്ടാണ് എന്തൊക്കെയാണ് ആ വിഷയത്തിൽ നടന്നതെന്ന് പോലും അദ്ദേഹം പരിമിതികളോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ടോം ഉഴുന്നാലിൻ എന്ന് പറയുന്ന ഫാദർ ടോം ഉഴുന്നാലിൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യമനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ഫാദറിൻ്റെ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തൊരു മനുഷ്യനാണ് ഈ ബാബു ജോൺ, നിമിഷ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചെയർമാനാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ജൂൺ 16-ാം തീയതിയിലത്തെ വധശിക്ഷ മാറ്റിവെച്ചത് സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നത് 2017 മുതൽ, അതായത് തലാൽ ക്രൂരമായി കൊല്ലപ്പെടുകയും നിമിഷ ഒളിവിൽ പോവുകയും ചെയ്ത കാലം മുതൽ ഈ വിഷയത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ നിമിഷ ആക്ഷൻ കൗൺസിൽ വന്നിട്ട് 5 വർഷമേ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സാമുൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ആളാണെന്നാണ്. അല്ല, നിമിഷയുടെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി ഉള്ള ആളാണ്. അദ്ദേഹം യമനിലെ ഒരു ബിസിനസ്സുകാരനാണ്. വർഷങ്ങളായി യമനിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം യമൻ ഭാഷ അറിയാം. ഇന്ത്യക്ക് അവിടെ ഒരു കോൺസുലേറ്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ഏജൻസി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ സർക്കാർ ഇടപെട്ടിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയ ഒരാളാണ് സാമുൽ ജെറോമിന് നിമിഷ ആക്ഷൻ കൗൺസിലുമായിട്ടൊരു ബന്ധവുമില്ല. അദ്ദേഹം അതിൽ അംഗമല്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. പിന്നെ ഇപ്പം മീഡിയകളിൽ വന്നിരുന്നിട്ട് ഗീർവാണം അടിക്കുന്ന നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അയാൾക്ക് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അംഗമാണ്. യഥാർത്ഥത്തിൽ അയാൾ നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ആരുമല്ല. അയാൾ ഒരു അംഗം, വാട്സപ്പ് ഗ്രൂപ്പിലൊരു അംഗം. അത് മാത്രമാണ് ഈ പറയുന്ന ഇപ്പോൾ മലയാള മീഡിയകളിലൊക്കെ വന്നിട്ട് കാന്തപുരമാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന നിമിഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്തകൾ എന്ത് ചെയ്യുന്നത്, പിന്നെ വളരെ രഹസ്യമായിട്ട് ചോർത്തി കൊടുത്തിട്ട് അത് കാന്തപുരത്തിൻ്റെതാണെന്ന് വരുത്തി തീർക്കുന്നത്. അതിൽ അയാൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അയാൾക്ക് ചില വൈരാഗ്യ ബുദ്ധികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിമിഷയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന നിലയിൽ അയാളാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമുൽ ജെറോം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കോർണർ ചെയ്തുകൊണ്ട്, ബാബു ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കോർണർ ചെയ്തുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് ഇവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ നിമിഷ ആക്ഷൻ കൗൺസിലിലെ ഡ്രിഫ്റ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും തലവന്മാരാകണം, എല്ലാവർക്കും എട്ടുകാലി മമ്മൂഞ്ഞുമാരാകണം, ഇതിൽ പണിയെടുത്ത ആളുകളൊക്കെ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ബാബു ജോൺ പറയുന്ന പിന്നെ ശരിക്കും ഇപ്പോൾ നിമിഷയുടെ അവസ്ഥ എന്താണ്? നിമിഷയുടെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഒരാഴ്ച മുമ്പ് എൻ്റെ പോസ്റ്റ് ശ്രദ്ധിച്ചു, ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നിമിഷയുടെ കുടുംബത്തിൽ നിന്ന് പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. ആ പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടാകുന്നതിൽ ഈ നിരവധി ആളുകൾ, വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള നിരവധി ആളുകൾ ഇടപെടുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പരിശ്രമത്തെ വൃഥാവിലാക്കുന്ന നിലയിലാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ കാണുമ്പോഴേക്കും ചില ആളുകൾ ഇവിടെ എട്ടുകാലി മമ്മൂഞ്ഞുമാരാവുന്നത്. യഥാർത്ഥത്തിൽ നിമിഷയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്ത കേരള മീഡിയയിൽ വന്നതോടുകൂടി ഇന്ന് ബാബു ജോൺ പറഞ്ഞത് പ്രകാരവും നമ്മൾ അബ്ദുൽ ഫത്താഹ് തലാൽ എന്ന് പറയുന്ന ഈ വിഷയത്തിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ട തലാലിൻ്റെ കുടുംബത്തിലെ തലവനാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അദ്ദേഹം കോടതിക്ക് പുതിയ ലെറ്റർ കൊടുത്തിരിക്കുകയാണ്, നിമിഷയുടെ വധശിക്ഷ ഉടനടി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ്. കാരണം ഇവർ ഇപ്പോൾ ഈ പുതിയതായിട്ട് സീനിൽ വന്ന ആളുകൾ പറയുന്നത്, പിന്നെ കേരള മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറച്ച് കേരളത്തിൽ നിന്നിട്ട് യമനിലെ ബന്ധപ്പെട്ട കുറച്ച് ആളുകളാണ് പ്രശ്നക്കാർ. അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തും അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയും ഒക്കെയാണ് പിന്നെ ഈ നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഇടപെടുന്നത്. നിമിഷ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് അവർ. നിമിഷ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ എന്നൊക്കെ ഇപ്പോൾ ഈ പ്രൊപ്പഗൻഡ അടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ ഇന്നലെയും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പ്രൊഫൈലിൽ നിങ്ങളൊന്ന് പോയി പരിശോധിച്ച് നോക്കൂ. 2017 ഓഗസ്റ്റ് മുതൽ കേരള മീഡിയയിൽ പിന്നെ നിമിഷയെ സംബന്ധിച്ചും തലാലിനെ സംബന്ധിച്ചും വരുന്ന ഓരോ വാർത്തകളും ഓരോ വീഡിയോകളും സംബന്ധിച്ച് അതിൻ്റെ അഭിപ്രായം അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ അന്ന് മുതൽ ഇതിൽ ഖിസാസാണ് ആവശ്യപ്പെടുന്നത്. അയാളാണ് ഇതിൻ്റെ തലവൻ. അയാൾ ഇപ്പോൾ ഇന്നലെ ഇവിടെ പിന്നെ ഈ ഒരു ബ്ലണ്ടർ രാജയുണ്ട്, ഒരു നുണയൻ.
ഞാനിപ്പോൾ ഇനി അങ്ങനെയാണ് അയാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പുത്തുമലയിൽ 10 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് വലിയ ഷോ കാണിച്ചിട്ട് മുങ്ങിയ ഒരുത്തനാണ്. അതുപോലെ സാലിഹ് നിസാമിക്ക് ലക്ഷങ്ങൾ ഇപ്പോഴും കൊടുക്കാനുള്ള സാലിഹ് നിസാമിയുടെ ലക്ഷങ്ങൾ കട്ടോണ്ട് പോയൊരു കള്ളൻ. അത്രയും വലിയ കള്ളൻ, പുത്തുമലയിലെ ദുരന്തബാധിതരെ പറ്റിച്ച കള്ളൻ. സാലിഹ് നിസാമിയെയും അതുപോലെയുള്ള മാവേലിക്കരയിലുള്ള ഒരു അഡ്വക്കേറ്റിനെയും പിന്നെ അതുപോലൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ്റെയും ഒക്കെ ലക്ഷങ്ങൾ അഡ്മിഷൻ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വെട്ടിച്ച ഒരു കള്ളൻ. ആ കള്ളൻ പറയുന്നതാണ് ഇന്ന് കേരള മീഡിയയ്ക്ക് വലിയ വലിയ സംഭവം. കേരള മീഡിയ പിന്നെ ആ കള്ളനെയാണ് ഇപ്പോൾ വക്താവാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ അയാൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് മുഴുവൻ കള്ളമാണ്. അപ്പോൾ പിന്നെ ഇതിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഈ പിന്നെ തലാലിൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു വന്നത് ആ കള്ളൻ, ആ നുണയൻ പറയുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് മാധ്യമങ്ങളോടൊക്കെ വലിയ വായിൽ പറഞ്ഞത് പിന്നെ മാതാപിതാക്കളൊക്കെ ഓക്കെയാണ്, ഇനി അനന്തരാവകാശികളിൽ ചില ആളുകൾ മാത്രമേ ഒപ്പിടാനുള്ളൂ എന്നുള്ളതാണ്. അതായത് അവിടുത്തെ സീനറി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ തലാലിൻ്റെ കുടുംബം, തലാലിന് മക്കളുണ്ട്, മറ്റൊരു വിവാഹത്തിൽ തലാലിന് മക്കളുണ്ട്, തലാലിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ അനന്തരാവകാശികളെല്ലാം കൂടി ചേർന്ന് കോടതിയിലെ വ്യവഹാരത്തിനും ഈ വിഷയത്തിലെ പിന്നെ ഫൈനൽ ഡിസിഷൻ എടുക്കാനും അവരുടെ കുടുംബത്തിൻ്റെ ഒരു അമീറായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ് അബ്ദുൽ ഫത്താഹ് അൽ മഹദി എന്ന് പറയുന്ന ഒരാൾ എന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി. അത് 100% ശരിയുമാണ്. ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഒരു ശൈലിയിൽ അങ്ങനെ പറയുന്നതായിരിക്കും ഇപ്പോൾ ശരി. കാരണം അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതായത് തലാലിൻ്റെ ഫാമിലി, പ്രായപൂർത്തിയാവാത്ത മക്കൾ, അവരുടെ ഉത്തരവാദിത്വം ഇപ്പം നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള പിന്നെ അവസ്ഥകൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കുടുംബം, അതിൽ കുറേ സഹോദരങ്ങൾ, അതിലൊരാൾ മരിച്ചാൽ അയാൾക്ക് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായിരിക്കും അതിൻ്റെ ടോട്ടൽ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് അബ്ദുൽ ഫത്താഹ് അൽ മഹദി ഇപ്പോൾ നിർവഹിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ സിഗ്നേറ്ററി പേഴ്സൺ. ഇത് ഞാൻ ആദ്യം മുതലുള്ള എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകും, വീഡിയോകൾ വിഷയത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം മുതൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിലവിൽ പിന്നെ നിമിഷപ്രിയയെ ഉടനടി വധിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നെ ഇതിൽ കുറേയേറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കേന്ദ്ര സർക്കാരാണ്, മോഡി സർക്കാരാണ് പിന്നെ ഇതിൽ വലിയ നിലയിൽ ഇടപെട്ടത്. അത് നമ്മൾക്ക് പിന്നെ മോഡിയുടെ സർക്കാരായതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പറയാതിരിക്കണം, പിന്നെ അവരെ പിന്നെ അത് സംഘികളായതുകൊണ്ട് അവർ ചെയ്തത് പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടുകാരനല്ല ഞാൻ. ഈ വിഷയത്തിൽ അത് പറഞ്ഞു പോയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2021 ഒരു ചർച്ച നടന്നിട്ടുണ്ട്. 2022 നമ്മുടെ കേരളക്കാരനായ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലക്കാരനായിരുന്ന വി മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ നമ്മൾ യമനിലെ ഒരു അംബാനിയോ അദാനിയോ എന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ്സുകാരനെ അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹത്തിന് ഇന്ത്യയിൽ ചില ബിസിനസ് ഡീലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതുവഴി അദ്ദേഹത്തെ സ്വാധീനിക്കുകയും അദ്ദേഹവുമായിട്ട് മറ്റൊരു രാജ്യത്ത് വെച്ച് മീറ്റ് ചെയ്യുകയും പിന്നെ ഇതൊന്നും കേന്ദ്ര സർക്കാർ പറയാത്ത സംഗതികളാണ്. അവർ അവകാശവാദം ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് രഹസ്യാത്മകമായി നിൽക്കണമെന്നും ഈ നിമിഷം രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തുന്നത് വരെ മൗനം അവലംബിക്കണമെന്നും ഉറച്ച തീരുമാനമുള്ളവരാണ് ഇതിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ആളുകൾ. ഇതിൻ്റെ അകത്ത് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാൻ വരുന്ന ആളുകൾ മാത്രമാണ് ഈ ചാനലിലും പിന്നെ മീഡിയകളിലും ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാൻ പറഞ്ഞു വന്നത് വി മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. 2022 വലിയൊരു ശ്രമം നടത്തിയിരുന്നു. അതൊരു പിന്നെ 50% വിജയിച്ച ഒരു ശ്രമമായിരുന്നു അത്. ഈ പറയുന്ന ആളെ കണ്ടെത്തുകയും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും അദ്ദേഹം യമനിൽ തലാലിൻ്റെ കുടുംബത്തെ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്തിട്ട് അദ്ദേഹം തിരികെ ഇന്ത്യയുടെ സർക്കാരിനോട് പറഞ്ഞൊരു സംഗതി, അദ്ദേഹത്തിന് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടെന്നാണ്. ആരാണ് പറയുന്നതെന്ന് ആലോചിക്കണം. യമനിലെ ഏറ്റവും വലിയ ഉന്നതനായ ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ അദാനി മോഡിയോട് പറഞ്ഞാൽ മോഡിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതേപോലെ അവിടുത്തെ എല്ലാ സർക്കാരുകളിലും കൃത്യമായി പിടിപാടുള്ള ഒരാളെയാണ് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തിയത്. അതിൻ്റെ ചർച്ചകൾ നയിച്ചത് വി മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ ചർച്ചകൾ നടത്തുകയും പിന്നെ അവിടെ പോയി ധമറിൽ നിന്നും അദ്ദേഹം 1 മണിക്കൂർ വീണ്ടും യാത്രയുണ്ട്. മലയുടെ മുകളിലൂടി ഉള്ള യാത്രയാണ്, പാറക്കെട്ടുകളാണ് എന്നുള്ളതാണ് പിന്നെ അതിൽ സംസാരിച്ച ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ധമർ ഇവരുടെ നാട് അതിദുഷ്കരമായ യാത്രയാണ്. ഇപ്പോൾ നേരത്തെ പിന്നെ ബാബു ജോൺ മനോരമ TV പറഞ്ഞതുപോലെ ഈ യമനിലെ സെൻസസിൽ ഈ ആയുധങ്ങളുടെ സെൻസസ് എടുത്ത വിദേശകാര്യ ഏജൻസി പറഞ്ഞത് യമനിലെ അംഗസംഖ്യയുടെ 5 ഇരട്ടി ആയുധങ്ങളുണ്ടെന്നാണ്. അതായത് ഒരാൾക്ക് 5 ആയുധങ്ങൾ വെച്ച് യമനിൻ്റെ ടോട്ടൽ പോപ്പുലേഷനിൽ ഓരോ സിറ്റിസണിൻ്റെ കയ്യിലും 5 ആയുധങ്ങൾ വെച്ച് എടുക്കാൻ പറ്റുന്ന അത്ര ആയുധങ്ങളുമായി നടക്കുന്ന ആളുകളാണ് യമനികൾ എന്നുള്ളതാണ് ബാബു ജോൺ കുറച്ച് മുമ്പ് മനോരമയിൽ പറഞ്ഞത്.
അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് പിന്നെ അവരുടെ ഗോത്രത്തിൽ പോയി ഗോത്രത്തലവന്മാരെ മീറ്റ് ചെയ്ത് ഗോത്രത്തലവന്മാരെ പിന്നെ അതിലിടപെടുത്തി ജലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ച ചെയ്ത് അതിലെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകിയ റിപ്പോർട്ട് പിന്നെ ഇനി നിങ്ങൾ എന്നെ ഈ വിഷയത്തിൽ ഉപദ്രവിക്കരുത് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഇത് വലിയ ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ആ ഗോത്രം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിലവിൽ നിമിഷയെ എന്താണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടാതെ വെച്ചിരിക്കുന്നതിനുള്ള ഒരു കാരണം അവർ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഗോത്രം ഒരു തീവ്രമായ ഇസ്ലാമിക വിശ്വാസികളാണ്. അപ്പോൾ അതിലൊരു സ്ത്രീയെ കൊല്ലുന്നതിലുള്ള ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു വിഭാഗം ആളുകൾ ഒരു സ്ത്രീയെ കൊലപാതകത്തിന് വിധേയയാക്കണ്ട എന്നുള്ള നിലപാടുള്ളവരാണ്. ഒരു വിഭാഗം ആളുകൾ ഖിസാസിന് വേണ്ടി വാദിക്കുന്നവരാണ്. അതായത് കാന്തപുരത്തിൻ്റെ ടീം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം ഒരു വിഭാഗം അനുകൂലം ഒരു വിഭാഗം പ്രതികൂലം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് പച്ച നുണയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമുക്കിതിനകത്ത് ഈ കാന്തപുരത്തിൻ്റെ മുഖം കെടുന്നതോ കെടാത്തതോ പിന്നെ അയാളോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അയാളോടുള്ള വിധേയത്വമോ ഒന്നുമല്ല ഇവിടെ വിഷയം. ഫാദർ ടോം ഉഴുന്നാലിൻ എങ്ങനെയാണോ യമനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് അതേപോലെ നിമിഷയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നോ നമ്മളെല്ലാവരും ആളുകളാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ പ്രകോപിതരാകും. കേരളത്തിലെ മീഡിയകളിൽ വാർത്തകൾ വരുംതോറും അവരതിനെ വളരെ കീനായിട്ട് ശ്രദ്ധിക്കുകയും അതിന് മറുപടി ഇടുകയും അവരവിടെ അവരുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഇന്ന് ബാബു ജോൺ മനോരമ ന്യൂസിൽ പറഞ്ഞൊരു സംഗതി, അവർ പിന്നെ എന്താണ് ഗോത്ര വിഭാഗമാണെങ്കിലും അങ്ങ് പിന്നെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ പിന്നെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അവരുടെ കയ്യിൽ പിന്നെ എന്താണ് വലിയ വലിയ തോക്കുകളിൽ മാത്രമല്ല അവർ അഡ്വാൻസ്ഡ്, അല്ലെങ്കിൽ ആയുധങ്ങളിൽ മാത്രമല്ല അവർ അഡ്വാൻസ്ഡ് ആയ വ്യക്തികൾ. അവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ പിന്നെ അതിലെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിൽ ഉപയോഗിക്കുന്നതിൽ അവർ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ മറുപുറത്ത് നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് എട്ടുകാലി മമ്മൂഞ്ഞി ചമയുന്ന ആളുകൾ വന്നാൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു പോസിറ്റീവ് സൈൻ കണ്ടു എന്ന് കണ്ടപ്പോഴേക്കും ചാടി വീഴുകയാണ്. റദ്ദാക്കി ഞങ്ങളാണെന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞ്. ഇനിയിപ്പോൾ നേരത്തെ ബാബു ജോൺ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്തോ. നിമിഷം ഒന്ന് ഇന്ത്യയിൽ വന്ന് നിമിഷം നിങ്ങളുടെ ഓഫീസ് സന്ദർശിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുത്തോ, ഞങ്ങൾക്കാർക്കും വേണ്ട പിന്നെ എന്ന് ബാബു ജോൺ സാർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാം ഏറ്റെടുത്തോ. പക്ഷേ നിമിഷം ഒന്ന് ഇന്ത്യയിൽ എത്തുന്നത് വരെ മിണ്ടാതിരിക്കാനുള്ള ഒരു കരുണ ആ ഒരു സ്ത്രീയോട് കാണിക്കണം. നിങ്ങൾ എന്തൊക്കെ ഭീകരമായ ഇതാണ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത്. നിങ്ങൾ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെ നിങ്ങൾ ഭീകരവൽക്കരിച്ചു. നിങ്ങൾ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കി. നിങ്ങൾ എന്തെല്ലാം അക്രമങ്ങളാണ് ചെയ്തത്. നിങ്ങൾ പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ രോഗത്തെ വരെ ഇതിൽ വലിച്ചിട്ട് നിങ്ങൾ വളരെ അനിസ്ലാമികമായ പണികളാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് പലരും കമൻറ്റ് ചെയ്യുന്നത് പോലെ അള്ളാഹു അബൂബക്കർ എന്ന് വിശ്വസിക്കുന്ന ഒരു കൗമായ ഈ ഹാദാ കൗമുൻ ജാഹിലൂൻ എന്ന് ഹംസ പറഞ്ഞതുപോലെ ഉള്ള അതിനേക്കാൾ ഭീകരമായ മോശമായ ഒരു കൗമാണ് കാന്തപുരത്തിൻ്റെ കൗമ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാന്തപുരം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതമാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന നിലയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവർക്കുള്ളതെന്ന് തോന്നുന്നു. എന്തൊരു ദുരന്തമാണ്. ഇസ്ലാമിന് മുകളിൽ പിന്നെ സംഘടനയെയും അള്ളാഹുവിന് മുകളിൽ ഒരു അബൂബക്കറിനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ സ്വർഗ്ഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, ഇസ്ലാമിനെ പറ്റി, ഖുർആനെ പറ്റി, പ്രവാചകനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്തർഹതയാണുള്ളത്? ഇങ്ങനെ ഇത്തരം നുണകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയുടെ മുടി കൊണ്ടുവന്ന ആളുകളെ പറ്റിക്കുക. മുഹീദ് ഷെയ്ഖിന്റെ കോട്ടാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പിന്നെ വല്യാപ്പ ഉപേക്ഷിച്ചിട്ട് കോട്ട് കൊണ്ടുവന്നിട്ട് കോട്ട് ഇത് മുഹീദ് ഷെയ്ഖിന്റെ കോട്ടാണെന്ന് പറയുക. ഏതോ പിന്നെ ജൂത ചിഹ്നമുള്ള പാത്രം കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ റിഫായ് ഷെയ്ഖ് വെള്ളം കുടിച്ച പാത്രമാണെന്ന് പറയുക. ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തിയത്. മുടിപ്പള്ളി എന്ന് പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എത്രയോ കോടി രൂപ പിരിച്ചിട്ട് പിന്നെ ആ പള്ളിയെ പറ്റി ഇപ്പോൾ മിണ്ടാത്തവരാണ് പിന്നെ എൻ്റെ രോഗത്തിന് വേണ്ടി കുറച്ച് ആളുകൾ എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ പൈസ തന്നതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രോഗത്തിന് ഉള്ള പിന്നെ പൈസ ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കത് പിന്നെ എൻ്റെ രോഗത്തിന് വേണ്ടി ആളുകൾ തന്നാണ്. ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ എൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള പൈസ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാത്തത്. പിന്നെ രോഗത്തെ ആക്ഷേപിക്കുന്നതും ഒക്കെ അവരോരും അള്ളാഹുമായിട്ട് തീർത്തോണം. അത് അള്ളാഹുവിന് വിട്ടുകൊടുത്ത സംഗതിയാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുള്ള മറുപടികൾ അള്ളാഹു നിങ്ങൾക്ക് തന്നോളും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല. പിന്നെ ഞാൻ എൻ്റെ ഈ പ്രൊഫൈലിൽ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഒരു വാക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും സൂക്ഷ്മതയോടുകൂടി തന്നെ ഇടപെടണമെന്ന് വാശിയുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലാക്കിയ സംഗതികൾ, ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ, എൻ്റെ ബോധ്യങ്ങൾ, ഇനി എൻ്റെ ബോധ്യങ്ങൾ തെറ്റാണ് എന്ന് മാന്യമായി എന്നെ തിരുത്തി തരുന്നവരെ ഞാൻ അംഗീകരിക്കാറുണ്ട്.
അത് എൻ്റെ ശീലമാണ്. ഞാൻ പിന്നെ ഇവിടെ പലരും എൻ്റെ കമൻറ്റിൽ ഒന്ന് ചോദിക്കുന്നത് കേട്ടു, ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി, പിന്നെ കമൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള പോസ്റ്റുകളാണോ? അല്ല. ഞാൻ എൻ്റെ ബോധ്യങ്ങളാണ് എഴുതുന്നത്. അതിൽ 100% സത്യസന്ധത പുലർത്താൻ ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ തുടങ്ങിയ ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ പിന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നേ വരെ ഒരു പോസ്റ്റും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. എന്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ എൻ്റെ ഒറ്റ പോസ്റ്റും. കാരണം അത്രയും ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഇടാറുള്ളൂ. അത്രയും കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ പിന്നെ ഇടപെടുന്നതിനുള്ള കാരണം എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള കാരണം പിന്നെ ഇതിൻ്റെ സത്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ടാണ്. പിന്നെ അല്ലാതെ ഈ പറയുന്നത് പോലെ എല്ലാ പൊതുസമൂഹം ഒന്നിച്ച് കാന്തപുരം എന്ന് കീ ചെയ്ത് വിളിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ കാന്തപുരം ആകട്ടെ അല്ലാതെ ആരാകട്ടെ അതിൽ ഒരു കൃത്യമായ സത്യസന്ധത ബോധ്യപ്പെടാതെ ആ വിഷയത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതിൽ കൃത്യമായി അന്വേഷണം നടത്തി. പ്രത്യേകിച്ച് കാന്തപുരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറഞ്ഞൊരു വ്യക്തിക്ക് ഈ വിഷയത്തിൽ കള്ളം പറയാനാണോ മടി? അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് കള്ളം പറയാനാണോ മടി? ആണോ? അല്ലല്ലോ. സ്ത്രീകൾക്ക് കിസാസിൽ ഇളവ് അങ്ങനെയല്ല. അവരുടെ ഒരു ഗോത്രത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് സ്ത്രീകൾക്ക് കിസാസിൽ ഇളവുണ്ടോ? ഉണ്ടെങ്കിൽ യമനി ഗോത്രത്തിൽ 2 അഭിപ്രായമുള്ളവർ 2 വിഭാഗക്കാരാണ്. ഐ മീൻ ഷിയ സുന്നി അല്ല. എല്ലാവരും പിന്നെ ഒരേ വിശ്വാസക്കാരാണ്. ഗോത്രത്തിൻ്റെ അകത്ത്, അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് ബാബു ജോൺ സാറ് പിന്നെ മനോരമയിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അബ്ദുൽ ഫത്താഹ് പിന്നെ മെഹദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പോയാൽ കാണാൻ നമുക്ക് പറ്റും. പിന്നെ അബ്ദുൾ റാജിഹ് എന്ന് പറഞ്ഞൊരാളുണ്ട്. പിന്നെ തൊലാൽ അഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ ഗോത്രത്തിൻ്റെ അതായത് ഗോത്രത്തിൻ്റെ 2 തലവന്മാർ. എനിക്ക് തോന്നുന്നു മെയിൻ തലവനും ഉപതലവനുമാണെന്ന് തോന്നുന്നു. അതായത് ചെയർമാൻ വൈസ് ചെയർമാൻ നമ്മൾ പറയുന്നത് പോലെ 2 ഗോത്ര തലവന്മാർ, ഉത്തരവാദിത്തപ്പെട്ട 2 ട്രൈബൽ ലീഡേഴ്സ് എന്നുള്ളതാണ് ഞാൻ വായിച്ചതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ ഒരു ഡോക്യുമെൻ്റ് വായിക്കാൻ കിട്ടിയപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഗതി 2 ട്രൈബൽ ലീഡേഴ്സ് എന്നാണ്. അതായത് അവരുടെ ഉസൈബി ഗോത്രത്തിൻ്റെ 2 ഗോത്ര തലവന്മാർ. പിന്നെ അതിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ സംഗതി സ്ത്രീകൾക്ക് കിസാസിൽ ഇളവുണ്ടോ എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം സ്ത്രീ എന്നും പുരുഷനെന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇസ്ലാമിൻ്റെ നിയമം മനുഷ്യർക്കാണ്. അപ്പോൾ ശരീഅത്തിൻ്റെ നിയമം മനുഷ്യർക്കാണ്. അതിൽ സ്ത്രീ എന്നും പുരുഷനെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനകത്ത് പിന്നെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വ്യത്യാസമുള്ളത്. ഇത്തരം എന്താ പറയുക രാജ്യ നിയമങ്ങൾക്കകത്ത് പിന്നെ എന്താണ് വ്യക്തിഗത നിയമങ്ങൾക്കകത്ത് എന്താണ് അങ്ങനെയല്ലേ പറയുക, ക്രിമിനൽ ലോ അങ്ങനെയുള്ള സംഗതികൾക്കകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഒറ്റ നിയമമാണ്. പക്ഷേ അവരുടെ വ്യക്തിപരമായ വിശ്വാസം ഒരു സ്ത്രീയെ വധിക്കുന്നതിന് അവർ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകൾ ആ ഗോത്രത്തിലുണ്ട്. കുടുംബത്തിലല്ല കേട്ടോ, ആ ഗോത്രത്തിലുണ്ട്. ബാബുജൻ സാറ് മനോരമയിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളിൽ ആ ഗോത്രത്തിലുള്ള ചില ആളുകൾക്ക് ഈ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് കൊടുക്കുന്നതിന് പിന്നിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ ഇപ്പോൾ ഇവരുടെ കുടുംബം കിസാസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് അവർ ഇതിന് കോടതിക്ക് വിട്ടത്. ഇതിപ്പോൾ ബാബുജൻ സാർ പറഞ്ഞാണല്ലോ, ഈ നിമിഷയെ പിടിച്ച ആ മൊമെൻറ്റിൽ പിന്നെ ഉസൈബി ഗോത്രത്തിൻ്റെ ആളുകളുടെ കയ്യിലാണ് നിമിഷയെ കിട്ടുന്നത്. അവർക്ക് വേണമെങ്കിൽ ആ മൊമെൻറ്റിൽ കൊല്ലാമായിരുന്നു. കാരണം അവർ എപ്പോഴും ആയുധം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരാണ് ഹൂത്തി പോലീസിന് കൈമാറുന്നത്. പിന്നീട് കോടതിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാം. കോടതിയിൽ ഹാജരാക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഇവരെ പുറത്ത് വെച്ച് കിട്ടുമ്പോൾ വേണം, ജയിലിനകത്തിട്ട് വെച്ച് വേണമെങ്കിൽ കൊന്നുകൂടെ, കിസാസ് നടപ്പിലാക്കിക്കൂടെ. അപ്പോൾ അങ്ങനെ പ്രതികാരമാണല്ലോ, പ്രതികാരം നടപ്പിലാക്കിക്കൂടെ. അപ്പോൾ അവരതിന് തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ നിമിഷപ്രിയ കൊല്ലപ്പെടാത്തത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് എട്ടുകാലി മമ്മൂഞ്ഞുമാർ വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ അവർക്ക് വാശി കൂടും. കാരണം അവർ മനസ്സിലാക്കി എന്താണ്, ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, എന്താണ് ഒരു വെള്ളിമൂങ്ങ, ഞാൻ അങ്ങനെ പറയാം, ഒരു വെള്ളിമൂങ്ങയായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ഈ ചാനലുകളിൽ വന്നിരുന്നിട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ആരോ ആണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അയാൾക്ക് യാതൊരു ഭാരവാഹിത്വമില്ല. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ ചെയർമാൻ എനിക്കറിയാം, വൈസ് ചെയർമാൻ എനിക്കറിയാം, രക്ഷാധികാരി എനിക്കറിയാം, അതിൻ്റെ സെക്രട്ടറിമാരിൽ പലരെയും എനിക്കറിയാം, ഈ ട്രഷററെ അറിയാം. ഇതുമായി ഈ ഭാരവാഹിത്വത്തിൽ ഒന്നുമില്ലാത്ത ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും നിമിഷ ആക്ഷൻ കൗൺസിൽ ഇല്ലാത്ത വെറും വാട്സപ്പ് മെമ്പറായ ഒരു വെള്ളിമൂങ്ങ അഡ്വക്കേറ്റ് ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങ് കെട്ടുകാലി മമ്മൂഞ്ഞ ചമയാണ്. അയാളാണ് ഇതിൻ്റെ അകത്ത് ഈ മറ്റുള്ളവർക്ക് പേര് വരുന്നുള്ള വാശിപ്പുറത്ത് വന്നിട്ട് പിന്നെ ഇവിടെ മറ്റിടപെടലുകൾ നടത്തുന്നത്. ആ ഇടപെടലുകൾ കാരണമായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് ഈ വെള്ളിമൂങ്ങ അഡ്വക്കേറ്റ് ഈ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന് നിന്നിട്ട് കുറേ അസഭ്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്, അതായത് നമ്മൾക്ക് അസഭ്യമായിട്ട് തോന്നാത്തതും പക്ഷേ എന്നാൽ തലാലിൻ്റെ കുടുംബത്തിന് വളരെ മോശമായിട്ട് തലാലിനെ അവതരിപ്പിക്കുന്നു എന്ന് തോന്നത്തക്ക നിലയിൽ ഒരുപാട് അനാവശ്യങ്ങൾ അയാൾ ഫ്ലവേഴ്സിലെ ഒരു ഇൻ്റർവ്യൂവിൽ പിന്നെ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ചർച്ച തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു ചർച്ച എൻഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ പേരിലാണ്. ഫ്ലവേഴ്സിൽ ഈ അഡ്വക്കേറ്റ് വെള്ളിമൂങ്ങ വന്നിട്ട് തലാലിനെ പറ്റി തോന്നിവാസം പറയുകയും നിമിഷയെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തിലാണ് ആദ്യമായിട്ട് തലാലിൻ്റെ കുടുംബം പിണങ്ങുന്നത്.
തോന്നിവാസമാണ് കാണിക്കുന്നത് ഈ അഡ്വക്കേറ്റ് വെള്ളിമൂങ്ങ. എന്നിട്ടിപ്പോൾ ഏതോ ഒരാൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ട്, കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതോ ഒരു അനുയായി എൻ്റെ കമൻറ്റിൽ വന്നിട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ നെടുന്തൂണ്, അതെന്താണ് നെടുന്തൂണ്? അപ്പോൾ ചെയർമാനെക്കാട്ടിലും ചെയർമാനായ ബാബു ജോൺ സാറ്, വൈസ് ചെയർമാനായ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, രക്ഷാധികാരിയായ മൂസ മാഷ്, പിന്നെ പവർ ഓഫ് അറ്റോർണിയുള്ള സാമുവൽ ജെറോം, നിമിഷയുടെ ഭർത്താവ് പിന്നെ ടോമി ചേട്ടൻ, ഇവരെക്കാട്ടിലും ഒക്കെ വലിയ ആളാണ് ഈ നെടുന്തൂണ് അഡ്വക്കേറ്റ് വെള്ളിമൂങ്ങ. ഈ അഡ്വക്കേറ്റ് വെള്ളിമൂങ്ങയാണ് ഈ നാശം മൊത്തം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളെ പിടിച്ച് കെട്ടിയിട്ടാൽ പിന്നില്ല പുത്തുമലയിലെ പിന്നെ ദുരിതബാധിതരെ പറ്റിച്ച 10 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച നുണയനെയും ഒക്കെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ചർച്ച കുറച്ചും കൂടി മുന്നോട്ട് പോകും. നിമിഷപ്രിയ രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തും. അത് കഴിഞ്ഞിട്ട് യുവമാർക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുകയോ അവകാശവാദം ഉന്നയിക്കുകയോ എട്ടുകാലി മമ്മൂഞ്ഞ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നത്. ഇവർ തുടക്കം മുതൽ പറയുന്നത് നമ്മളാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നക്കാരെന്നാണ്. പക്ഷേ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇന്ന് ബാബു ജോൺ സാർ പറഞ്ഞത്. നമ്മൾ ആദ്യം മുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തലാലിൻ്റെ ഫാമിലി ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, തലാലിൻ്റെ ഫാമിലി ഖിസാസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം മുതലുള്ള ഈ വിഷയത്തിൽ ജൂലൈ 14-ാം തീയതി മുതൽ ഞാനിട്ട പോസ്റ്റുകൾ ഓരോന്നും താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്, ഹബീബ് ഉമർ പിന്നെ ഇടപെട്ടതിന് തെളിവുണ്ടോ? ഈ കാന്തപുരം വിഭാഗത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ മുട്ടുസൂചി പഴുത് കിട്ടിയാൽ അവർ ഫോട്ടോയും വീഡിയോയും ലൈവും ഒക്കെ ചെയ്യുന്നവരാണ്. ഇന്നേ വരെ ഇവർ അവിടെ ചർച്ച ചെയ്ത തലാലിൻ്റെ ഫാമിലിയുമായിട്ട് ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ പുറത്തുവിട്ടിട്ടില്ല. തലാലിൻ്റെ ഫാമിലിയുമായിട്ട് ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ പുറത്തുവിട്ടിട്ടില്ല. അതേ സമയത്ത് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ കയ്യിൽ ഓരോ മീറ്റിങ്ങിൻ്റെയും പിന്നെ രേഖകളുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. ഓരോ മീറ്റിങ്ങിൻ്റെയും അവർ നടത്തുന്ന 2022 പിന്നെ വിദേശകാര്യമന്ത്രിയായിരുന്ന വി മുരളീധരൻ പിന്നെ മുതൽ ഇങ്ങോട്ട് അവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ബാബു ജോൺ സാർ പറയുന്നുണ്ട്, പിന്നെ നമ്മൾ ഇതിനകത്ത് ബ്ലഡ് മണിയെ പറ്റി തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്നേ ഇല്ല എന്നാണ് ബാബു ജോൺ സാർ പറയുന്നത്. ബ്ലഡ് മണിയെ പറ്റി തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്നേ ഇല്ല. മറിച്ച് എന്താണ് സംസാരം? ഞങ്ങളുടെ കുട്ടി ചെയ്തു പോയത് വലിയ ക്രൂരകൃത്യമാണ്, നിമിഷ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു പോയത് വലിയ ക്രൂരകൃത്യമാണ്, നിങ്ങളുടെ കാല് പിടിക്കുന്നു, ഞങ്ങൾക്ക് മാപ്പ് തരൂ, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, മുഴുവൻ ഇന്ത്യയും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, മുഴുവൻ യമനികളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ ഒരൊറ്റ വാക്കാണ് അവിടെ പറയുന്നത്. അല്ലാതെ ബ്ലഡ് മണിയെ പറ്റി ചർച്ചയില്ല. അവിടെ ബ്ലഡ് മണിയെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കൂ, അവരുടെ പോസ്റ്റുകൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതല്ലേ, ബ്ലഡ് മണിയെ പറ്റി മിണ്ടിയാൽ അവർ ഭയങ്കര പ്രകോപനപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇവിടെ പോയിട്ട് അന്തം കെട്ട കാന്തപുരത്തിൻ്റെ അണികൾ പോയിട്ട് പിന്നെ പിന്നെ അബ്ദുൽ ഫത്താഹിൻ്റെ കമൻറ്റിൽ പോയിട്ട് പിന്നെ ക്ഷമിച്ചു കൊടുക്കണം, ബ്ലഡ് മണി വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ വളരെ രൂക്ഷമായിട്ടാണ് അതിന് പ്രതികരിക്കുന്നത്. എത്രയോ രൂക്ഷമായ പ്രതികരണം അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയാൽ നമുക്ക് വായിക്കാം. ഇവിടെ പോയിട്ട് ഇവിടെ നിന്നുള്ള അന്തം കെട്ട അണികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ബോധമില്ലാത്ത അള്ളാഹുവിനും റസൂലിനും മുകളിൽ കാന്തപുരത്തെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന വിവരദോഷികളായ അണികൾ ഫത്താഹിൻ്റെ കമൻറ്റിൽ പോയിട്ട് പറയാണ് ബ്ലഡ് മണി വാങ്ങണം, കിസാസിൽ ഇളവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയാണ്. അതേസമയത്ത് നിമിഷ ആക്ഷൻ കൗൺസിൽ 2022 മുതൽ ഇന്ത്യൻ ഗവൺമെൻറ്റും വിദേശകാര്യ വകുപ്പും അതുമായിട്ടുള്ള നയതന്ത്രപരമായ ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറയുന്നത് മാപ്പ്, ഇത്രേ ഉള്ളൂ, ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ മാപ്പ് തരിക. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ ഒരു സംഗതി. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഇവർ പറയുന്ന കാന്തപുരം വിഭാഗവും പിന്നെ പുത്തുമലയിലെ 10 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച, സാലിഹ് നിസാമിയുടെ ലക്ഷങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയ, മാവേലിക്കരയിലെ അഡ്വക്കേറ്റിൻ്റെ ലക്ഷങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയ, പിന്നെ ഒരു സിനിമാ നടിയുമായിട്ട് ലൈംഗിക കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുദോഷം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു നാറി. അവൻ പറയുന്ന ഒന്നാമത്തെ നുണ എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയാമോ? പിന്നെ അവർ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായിട്ടുണ്ടെന്നാണ്. ബ്ലഡ് മണിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീഡിയയിൽ. അന്തം കെട്ട വിവരദോഷം. ഇവൻ്റെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരിശോധിച്ചിട്ട് അതിനെപ്പറ്റി ഈ ചർച്ച ചെയ്യാൻ പോകുന്ന ആളുകളോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ വിവരദോഷിയെ വെച്ചിട്ടാണ് ചാനലുകൾ പിന്നെ എന്ത് ചെയ്യുന്നത്? ഇവിടെ അവനെ വെച്ചിട്ടാണ് അഭിപ്രായം ചോദിക്കുന്നത്. ഇവൻ ആരാണ് അഭിപ്രായം പറയാൻ? ഇവരാരാണ്? ഇവനാണ് ഇപ്പോൾ നിമിഷയുടെ വക്താവ് എന്ന് തോന്നിപ്പോകുന്ന നിലയിലാണ് നിമിഷയുടെ വക്താവ് അവനാണ്. അപ്പോൾ ചില ആളുകൾ വന്ന് ചോദിക്കുകയാണ്, ചില അന്തം കെട്ട ആളുകൾ വന്ന് ചോദിക്കുകയാണ്, താൻ ആരാണ് ഇതിൽ പറയാനുള്ളത്? എടോ, ഇതിൻ്റെ അകത്ത് ഇതൊരു സോഷ്യൽ മീഡിയയുടെ ലോകമാണ്. ഇതിൽ പിന്നെ ഏതവൻ കള്ളം പറഞ്ഞാലും പിടികൂടാൻ പറ്റും. ഇപ്പം ഞാനാണ് കള്ളം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പിടികൂടാൻ പറ്റും, മനസ്സിലായോ? ഞാൻ കള്ളം പറയുന്നതാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറ്റും. അത് അത്രയും വിശാലമായ ഒരു ലോകത്തിരുന്നിട്ടാണ് ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ഈ കള്ളൻ നേരത്തെ പറഞ്ഞ പുത്തുമലയിലെ 10 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച കള്ളനുണ്ടല്ലോ, പിന്നെ അവൻ പറഞ്ഞ് പിന്നെ ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സംഗതിയാണ്. പിന്നെ ഇവൻ പറഞ്ഞത് ഇവിടെ ഇവൻ ഈ ചാനലിൽ വന്നിരുന്നിട്ട് വലിയ നാടകം കളിയാണ്. ചാനലിൽ വന്നിരുന്നിട്ട് വലിയ നാടകം കളി. അതായത് അവൻ്റെ അഭിനയം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ചാനലിൽ അവനിരിക്കുന്ന ചാനൽ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പുതിയ ന്യൂസ് വരുന്നു, അവിടുന്ന് പുതിയ റിപ്പോർട്ടുകൾ വരുന്നു, ഇവിടെ ഇത് സംഭവിക്കുന്നു. അപ്പം ചാനൽ അവതാരകൻ, ഈ ഇത്രയും വിഡ്ഢികളായ ചാനൽ അവതാരകന്മാരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവൻ പറയും, അതൊരു പുതിയ വാർത്തയാണല്ലോ. ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ്? എന്നിട്ട് പിന്നെ അവൻ പറയുന്നതാണ്, നയതന്ത്രപരമായി ഒരു ബന്ധവും ഇന്ത്യയും യമനും തമ്മിൽ ഇല്ലാന്ന്. എന്നാൽ ഔദ്യോഗികമായ നയതന്ത്ര ബന്ധം ഇല്ലാന്ന് മാത്രമാണ്. പക്ഷേ UN അംഗീകരിച്ച നയതന്ത്രപരമായ ബന്ധമില്ലാത്തത് ഹൂത്തികളുടെ സുപ്രീം കൗൺസിലുമായിട്ടാണ്, അവരുടെ പിന്നെ അവരുടെ ഒരു ഭരണ സിസ്റ്റവുമായിട്ടാണ്. അതേസമയത്ത് യമൻ്റെ പിന്നെ UN അംഗീകരിച്ച പ്രസിഡന്റുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലെന്ന് പറയാൻ ഇവനാരാണ്? ഇവൻ പാച്ച നോണ അടിച്ചു വിടുകയാണ്. എന്നിട്ട് നയതന്ത്രപരമായ ബന്ധമില്ല പോലെ. നയതന്ത്രപരമായ ബന്ധമില്ലെങ്കിൽ ഇപ്പോൾ ഹൂത്തികളുമായിട്ടും നയതന്ത്രപരമായ ബന്ധമില്ലെന്നാണ് പറയുന്നത്.
ഇപ്പം ഈ ലോകരാജ്യത്ത് ഏത് സംവിധാനവുമായിട്ടും ബന്ധപ്പെടാനുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു അതിമികച്ച സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെടാൻ പിന്നെ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതെയാണോ അവിടെ ഹൂത്തികൾ പിടിച്ച പിന്നെ കപ്പലിൽ നിന്ന് പിടിച്ച ഇന്ത്യക്കാരെ ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പ് മോചിപ്പിച്ചോണ്ട് വന്നത്? എടാ അന്തംകെട്ടാണികളെ ഇതൊന്ന് ചിന്തിച്ചൂടെ? അവിടെ പിന്നെ ഇവിടെ വിദേശകാര്യ വകുപ്പ് ഹൂത്തികൾ അവിടെ കപ്പലിൽ നിന്ന് പിടിക്കുന്ന അന്നൊരു പെൺകുട്ടിയെ പിടിച്ചിട്ട് പിടിച്ചത് എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും രാജ്യം ഇടപെട്ടിട്ടാണോ? ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് അവരുമായിട്ട് ഹൂത്തികളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്തിട്ടാണ്. അവിടെ ഇന്ത്യക്ക് വിദേശകാര്യ വകുപ്പിനൊന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വി മുരളീധരൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ പിന്നെ എന്താണ് അവിടുത്തെ ഉന്നതനായ ഒരു കച്ചവടക്കാരനെ ഒരു ബിസിനസ്സുകാരനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അവിടെ നയതന്ത്രപരമായ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒഫീഷ്യലി സെനാ കോർട്ടിൽ ഒരു ഇതിനെ അവർ ഇന്ത്യയുടെ പിന്നെ യമന്റെ അപ്പുറത്തെ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് സെനാ കേന്ദ്രീകരിച്ച് വർഷങ്ങളായിട്ട് ബിസിനസ് നടത്തുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന ആളെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് കണ്ടെത്തി വെക്കുന്നത്. അത് വെക്കുന്നത് വിദേശകാര്യ വകുപ്പാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പാണ് സാമുവൽ ജെറോമിനെ നിമിഷയുടെ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വെക്കുന്നത്. ഈ കാന്തപുരം വിഭാഗം പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ ഇന്ത്യയുടെ സർക്കാരിന് ഒരു ബന്ധവും ഇതിൻ്റെ അകത്തില്ല. അവർ ഇന്നലെ കാന്തപുരം പറഞ്ഞിട്ടാണ് അത് അറിഞ്ഞതെന്ന് തോന്നുന്നു. ഇന്നലെ കാന്തപുരം ഒരു ഫെഡറൽ എന്ന് പറയുന്ന ഒരു പെയ്ഡ് ന്യൂസ് പോർട്ടലാണ്. ഈ ഒരുത്തൻ്റെ പെയ്ഡ് ന്യൂസ് പോർട്ടലാണ് ദ ഫെഡറൽ. ആ പെയ്ഡ് ന്യൂസ് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇന്റർവ്യൂ എടുപ്പിക്കുകയാണ്. എന്തിനാണ്? വെളുപ്പിക്കാൻ വേണ്ടി ഇന്റർവ്യൂ എടുത്തിട്ട് പറയാണ് ഞാൻ ഇന്ത്യൻ സർക്കാരിനെ എല്ലാം അറിയിക്കുന്നുണ്ട്. കാന്തപുരത്തിലെ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടേ ഇല്ല. ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ പരിഗണിക്കുന്ന ആരെയാണ്? ഒന്നാമത് സാമുവൽ ജെറോമിനെയാണ്, രണ്ടാമത് നിമിഷയുടെ അമ്മ, മൂന്നാമത് ഇതിന്റെ ചെയർമാൻ, ഇന്റർനാഷണൽ ചെയർമാനായ ബാബു ജോൺ, നാലാമത് ടോമി എന്ന് പറയുന്ന നിമിഷയുടെ ഭർത്താവ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഇവരാണ് എല്ലാം. കാന്തപുരവും ടീമുമാണ് എല്ലാം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പൊ എന്തിനാണ് ഇവർ ഈ ഒരു പുതിയ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കാന്തപുരത്തിന് ഒരു ബന്ധവുമില്ല. അത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ട്രൈബൽ ലീഡേഴ്സുമായിട്ട് ഒരു ചർച്ച, പോസിറ്റീവായ ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി എത്തി എന്ന് തോന്നിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കള്ളൻ അവൻ ഉടനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. അവൻ എവിടുന്നോ അവിടെ നിന്ന് എന്തോ ഒരു സൂചന നിമിഷ ആക്ഷൻ കൗൺസിലിന്റെ, അല്ലാതെ ഇവന് യമനിൽ ഒരു ബന്ധവുമില്ല. അവന് യമനിലെ മുസ്തഫാവിയിൽ പിന്നെ എന്താണ് ദാറുൽ മുസ്തഫയിൽ പഠിച്ചിട്ട് വന്നു എന്നുള്ളതല്ലാതെ ഇവൻ എന്താണ് ആ ഒരു വിദ്യാർത്ഥിയെ എന്താ പറയുക ഒരു കോളേജിൽ, അത് വിദേശത്തെ ഒരു കോളേജിൽ ഇവരുടെ വിചാരം ഇതിനെപ്പറ്റി ഒന്നും ആർക്കും ബോധ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരെ നമുക്കറിയാം, അൽ അസ്ഹറിൽ പഠിക്കുന്നവരെ നമുക്കറിയാം. അവർക്ക് എത്രത്തോളം അവരുടെ ഒരു നേതൃത്വത്തെ സ്വാധീനിക്കാൻ പറ്റും, അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ പറ്റും, അതിൻ്റെ ഉന്നതരായ അധ്യാപകരെയും അതിൻ്റെ ചെയർമാനെയും ഒക്കെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോർമൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയുമാണ്. അപ്പോൾ എന്നിട്ട് ഇവനാണ് വന്നിട്ട് ഈ തോന്നിവാസങ്ങളൊക്കെ അടിച്ചു വിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി തീരുമാനിച്ചത്, റദ്ദാക്കി എന്ന് പ്രചരിപ്പിക്കാൻ കാരണം എന്താണ്? ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് കാന്തപുരം വധശിക്ഷ റദ്ദാക്കി ഒരു തെളിവുമില്ലാതെ ഒരു പേപ്പർ കഷ്ണത്തിന്റെ തെളിവ് കാന്തപുരം വിഭാഗത്തിന് റദ്ദാക്കി എന്ന് കാണിക്കാനുണ്ടോ? വെല്ലുവിളിയാണ്. ഉണ്ടോ? ഇല്ല. വെറുതെ കാന്തപുരം വിഭാഗത്തിന്റെ ഏതോ ഒരു നുണയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എടുത്ത് മലയാള മാധ്യമങ്ങൾ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുകയാണ്. എന്താണ് ഞാൻ നേരത്തെ ചോദിച്ചാണ്, എന്താണ് കേരള മീഡിയയ്ക്ക് ഡെസ്കിൽ പണി? ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? ഇതിന്റെ അകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് അന്വേഷിക്കണ്ടേ? ഈ പറയുന്ന വ്യക്തി സത്യസന്ധനാണോ എന്ന് അന്വേഷിക്കണ്ടേ? ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? എത്ര ആളുകളെ പറ്റിച്ചവനാണ്? അവന്റെ സ്ഥാപനത്തിൽ തന്നെ എത്ര ആരോപണങ്ങളുള്ള വ്യക്തിയാണ്? അവൻ നടത്തുന്ന ബിസിനസ്സിൽ എത്ര ആരോപണങ്ങളുള്ള വ്യക്തിയാണ്? എത്ര ആളുകളുടെ ലക്ഷങ്ങൾ പറ്റിച്ചവനാണ്? അത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ, ലൈംഗിക വിഷയത്തിൽ പേരുദോഷം കേട്ട, അതേപോലെ പുത്തുമലയിലെ ദുരന്തബാധിതരെ പറഞ്ഞു പറ്റിച്ച ഒരു ഭൂലോക നുണയനായ ഒരുത്തനെയാണ് കേരള മീഡിയകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സുനിത ദേവദാസ് ഒക്കെ ഭയങ്കര ബ്രേക്കിംഗ് ഇന്റർവ്യൂ ആണ് നടത്തുന്നത്, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത്. ആ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല, അന്തമില്ലാത്ത ഓരോരോ സാധനങ്ങൾ ഇറങ്ങിക്കളെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന സംഗതി, ഈ 13-ാം തീയതി 12-ാം തീയതി നിമിഷയുടെ അമ്മ തുടർ ചർച്ചകളുടെ ഭാഗമായി അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായ സൈൻ ഉണ്ടാകുന്നു. 12-ാം തീയതി എന്ത് ചെയ്യുന്നു? ഞാനത് വളരെ കൃത്യമായിട്ട് പറയാം, അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാം. അതായത് 2017 വധം നടക്കുന്നു, 2020 വധശിക്ഷ എന്ത് ചെയ്യുന്നു? യമൻ സുപ്രീം കോടതി, സെനാ കോടതി ശരിവെക്കുന്നു. പിന്നീട് നടക്കുന്നത് നിരന്തരമുള്ള ചർച്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഇടപെട്ട ചർച്ചകൾ, അതിനുശേഷം സാമുവൽ ജെറോമും അബ്ദുൽ ഫത്താഹും തമ്മിലും അവരുടെ മീഡിയേറ്റേഴ്സ് തമ്മിലും, നിമിഷയുടെ അഡ്വക്കേറ്റായ അബ്ദുള്ള അമറും അവിടുത്തെ ട്രൈബൽ ലീഡേഴ്സും തമ്മിലും, ആ ട്രൈബൽ ലീഡേഴ്സിനെ വെച്ചുകൊണ്ട് നിമിഷയുടെ തലാലിൻ്റെ കുടുംബവുമായിട്ടും നടത്തിയ കുറേയധികം ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ, തുടർ ചർച്ചകളിൽ സഹകരിക്കാതിരുന്ന നിമിഷയുടെ തലാലിൻ്റെ കുടുംബം ഇതിൽ സഹകരിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ഇപ്പം ഉദാഹരണത്തിന് തലാലിൻ്റെ ഉമ്മയ്ക്കോ പാപ്പയ്ക്കോ ഒരാൾക്ക്
മാപ്പ് കൊടുത്താൽ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പം ഇതിൽ ഖിസാസിൻ്റെ നിയമം എന്താണ്? ഖിസാസിൻ്റെ നിയമം എന്ന് പറയുന്നത് ഒരാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടാൽ ആ ശരീഅത്ത് കോടതിയുടെ നിയമപ്രകാരം പിന്നെ ഖിസാസിൻ്റെ നിയമം എന്താണ്? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വധശിക്ഷ പിന്നെ നടത്തിയേ പറ്റൂ എന്ന് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ തുടർച്ചയായി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ അവർ $40,000 അയച്ചതിൻ്റെ രേഖ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അത് സാമുൽ ജെറോമിനല്ല അയച്ചത്, അബ്ദുള്ള അമറിന്, നിമിഷയുടെ യമനിയായ അഡ്വക്കേറ്റ് അബ്ദുള്ള അമറിനാണ് അത് അവിടെ അയക്കുന്നത്. അപ്പോൾ ഈ രേഖ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ചർച്ചകൾ നടത്താനുള്ള ചർച്ചകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള പൈസയാണ് ആ കൊടുത്തത്, ആ $40,000 എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാറ് വിളിച്ച് ധമറിലേക്ക് പോകുന്ന യാത്രാക്കൂലി, പിന്നെ ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ, പിന്നെ അവർക്ക് ഭക്ഷണം, അതുമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, ആ ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് കിടക്കാനുള്ള ഇടങ്ങൾ, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ പൈസ അയച്ചത്. എന്നിട്ട് ഇവിടെ പറയുന്നത് സാമുൽ ജെറോം ആ പൈസ അടിച്ചു മാറ്റിയെന്നാണ്. അന്തക്കേടെന്നല്ലാതെ എന്തുവാ പറയുന്നത്? പിന്നെ അബ്ദുള്ള അമറിന് കൊടുത്ത പൈസ അത് നേരെ ട്രൈബൽ ലീഡേഴ്സിൻ്റെ കയ്യിലെത്തി എന്നുള്ളതിന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ തെളിവുള്ള സാധനമാണ്. ഈ അന്തം കെട്ട കാന്തപുരത്തിൻ്റെ അണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമുൽ ജെറോം കട്ടു എന്ന്. ഈ സാമുൽ ജെറോം, ഇവന്മാരുടെ വിചാരം സാമുൽ ജെറോം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗമാണെന്നാണ്. എൻ്റെ പൊന്ന് അന്തങ്ങളെ, സാമുൽ ജെറോം എന്ന് പറയുന്നത് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ആരുമല്ല. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പിന്നെ നിമിഷയുടെ പവർ ഓഫ് അറ്റോർണി നിമിഷയുടെ അമ്മയിൽ നിന്ന് മേടിച്ചു കൊടുത്തിരിക്കുന്ന അവിടുത്തെ ബിസിനസ്സുകാരനായ ഒരു ഉന്നതനായ ഒരാളാണ്, ഇന്ത്യക്കാരനാണ്, യമനിൽ തന്നെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് സാമുൽ ജെറോം. അപ്പോൾ ആ സാമുൽ ജെറോമിനെ പറ്റിയൊക്കെ മോശത്തരം പറഞ്ഞതിനെ പറ്റി അബ്ദുൽ ഫത്താഹ് ഒരു പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാമുൽ ജെറോമിനെ കണ്ടതും സംസാരിച്ചതുമൊക്കെ അബ്ദുൽ ഫത്താഹ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തുടർച്ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 2022 മുതൽ ഇങ്ങനെ സർക്കാർ വിദേശകാര്യ വകുപ്പ് പല കാര്യങ്ങൾ പല തരത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതിന് എന്താണ് ചർച്ചയുടെ ഒരു സാധ്യത, എങ്ങനെയാണ് അന്വേഷിക്കുന്നത്, അങ്ങനെ ഇത് നീണ്ട് ചർച്ചകൾ പല ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ അവസാന നിമിഷം എത്തിയപ്പോൾ ഈ ചർച്ച ഹീറ്റാകുന്നുണ്ട്. ഒരു ജൂലൈ 9, 10 തീയതികളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തലാലിൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണലായ ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. എന്നാണ് ജൂലൈ 9 കേട്ടോ, ഈ മാസം 9 തീയതി. അപ്പോൾ അങ്ങനെ അത് 10 തീയതി അതിൻ്റെ അകത്ത് ട്രൈബൽ ലീഡേഴ്സിൻ്റെ ഒക്കെ കൺസേൺ എടുക്കുന്നു. അതൊക്കെ അവിടെ വേണം, അവിടെ കൺസേൺ എടുക്കുന്നു, അവിടെ അവരുടെ അനുമതി വാങ്ങുന്നു. 11 തീയതി അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാവുന്നു. 12 തീയതി പിന്നെ കോർട്ടിൽ നിമിഷയുടെ അമ്മയും സ്റ്റാൻഡിംഗ് കൗൺസിലായ സാമുൽ ജെറോമും കൂടി സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനൊരു സാധനം വന്നതുകൊണ്ടാണ്, അല്ലാതെ കാന്തപുരം ഇടപെട്ടിട്ട് ഞാനങ്ങ് പിന്നെ നിങ്ങളങ്ങത് മാപ്പ് ചെയ്ത് കൊടുത്തേരെ അല്ലെങ്കിൽ ദീർഘിപ്പിച്ച് വെച്ചേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്ത് കോടതി കേൾക്കത്തൊന്നുമില്ല. ഇത് ആരോടാണ് ഈ അന്തക്കേട് പറയുന്നത്? ശരീഅത്ത് കോടതിക്ക് കൃത്യമായ ഒരു സാധനം വേണം. അപ്പോൾ അവർക്ക് കൃത്യമായ ആരോ ഒരാൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇമോഷണലി ബന്ധപ്പെട്ട ഒരാൾ ഈ വിഷയത്തിൽ നിമിഷയ്ക്ക്, അതായത് അനന്തരാവകാശികളിൽപ്പെട്ട ഒരാൾ നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് 13 തീയതി അതിൻ്റെ ഹിയറിംഗ് കേട്ട് അയാളെ നേരിട്ട് കോടതി കേട്ടു. അതിനുശേഷം 13 തീയതി കോടതി എന്ത് ചെയ്തു? വധശിക്ഷ നീട്ടിവെച്ചു. കാരണം എന്താണ്? പിന്നീട് എന്താണ് ശരീഅത്തിന്റെ വിധി? ബാക്കിയുള്ളവർ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം, അല്ല എങ്കിൽ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാകണം. ഇനി ബാക്കിയുള്ള ആളുകൾ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറെടുത്തിടത്തോളം കാലം, മാപ്പ് കൊടുക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം, ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് അനിശ്ചിത കാലത്തേക്ക് നിമിഷയുടെ വധശിക്ഷ നീട്ടിവെക്കപ്പെടും. ശരീഅത്തിൽ അങ്ങനെ ഒരൊറ്റ നിയമമേ ഉള്ളൂ. ഇവിടുത്തെ മറ്റെല്ലാം കള്ളം പറഞ്ഞതുപോലെ പിന്നെ എന്താണ് ജീവപര്യന്തം ശിക്ഷ, അങ്ങനെ ഒരു സാധനം ഇല്ല അവിടെ. ശരീഅത്ത് കോടതിയിലും അങ്ങനെ ഒരു ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു സംഭവമേ ശരീഅത്ത് കോടതിയിലില്ല. ജീവപര്യന്തം ശിക്ഷ എന്തുവാണ് ഈ പറയുന്നത്? ശരീഅത്തിന്റെ വിധി എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ ബാക്കിയുള്ള അനന്തരാവകാശികൾ പിന്നെ വധശിക്ഷയ്ക്ക് പിന്നീട് പിന്നെ ആർഗ്യൂ ചെയ്യാൻ അവർക്ക് അവകാശമില്ല. അവർക്ക് ഒന്നുകിൽ ബ്ലഡ് മണി വാങ്ങാം, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാം. ഇതിന് രണ്ടിനും അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിക്ക് വധശിക്ഷ വിധിക്കപ്പെടത്തില്ല. വധശിക്ഷയിൽ നിന്ന് ആ പ്രതി രക്ഷപ്പെടും, പക്ഷേ ഇൻഡെഫിനിറ്റ് ആയിട്ട് ജയിൽവാസം നീണ്ടുപോകും. അത് തന്നെയാണ് ഈ ജൂലൈ 13 വന്ന വിധി. ആ ജൂലൈ 13 നിമിഷ ഇത് ഇന്ത്യയിലെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇവർ പുറത്തുവിടാത്തത് അവരുടെ മാന്യത കൊണ്ടും ഈ വിഷയത്തിൽ ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് 14 തീയതി അതിൻ്റെ ഓർഡർ പ്രിൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ സമയം വരെ ഒരു മനുഷ്യനും ഈ വിവരം അവരറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം പിന്നീട് എന്താണ് നടക്കേണ്ടത്? ജൂലൈ 13 വിധി വരുന്നു, 14 പ്രിന്റ് വരുന്നു. പിന്നീട് നടക്കേണ്ട സംഗതികൾ എന്താ? പിന്നീട് നടക്കേണ്ട സംഗതികൾ ബാക്കിയുള്ള ആളുകളോടും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കണം പ്ലീസ് എന്ന് പറയലാണ്. കാരണം അവരോട് ബ്ലഡ് മണിയെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ ബാബു ജോൺ സാർ മനോരമയിൽ പറഞ്ഞതുപോലെ മാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അല്ലാതെ ഞാൻ ശരീഅത്തിന്റെ വിധി അവരെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് പിന്നെ അവർ ശരീഅത്തിന്റെ വിധി അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് അവർ വധശിക്ഷ നീട്ടിവെച്ചത്, പിന്നെ വധശിക്ഷ റദ്ദാക്കിയത്. ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് ഈ കേരള സമൂഹത്തിന് പിന്നെ ഇതിനു മുമ്പ് പല തലങ്ങളിൽ കള്ളം പറഞ്ഞൊരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നത്?
അദ്ദേഹത്തിന് ശിഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തി അതിനേക്കാട്ടിലും ഭീകരമായ അപവാദങ്ങൾ, പിന്നെ ആരോപണങ്ങൾ ഏറ്റിട്ടുള്ള വ്യക്തിയാണ്. ആരോപണങ്ങളല്ല, അത് സത്യസന്ധമായ പിന്നെ കാര്യമാണ്. ഈ പുത്തുമലയിലെ 10 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും, പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപനം നടത്തിയിട്ട് അതിൽ കുറേ ആരോപണങ്ങളുണ്ടായതും, ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളും, പിന്നെ അതേപോലെ പിന്നെന്താണ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. സാലിഹിനി സ്വാമിയെ പറ്റിച്ച കഥ, പിന്നെ മാവേലിക്കരയിലെ അഡ്വക്കേറ്റിനെ പറ്റിച്ച കഥ, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര സ്ത്രീ വിഷയങ്ങളുണ്ട്, എത്ര സ്ക്രീൻഷോട്ടുകൾ പിന്നെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിതൊക്കെ മാന്യത കൊണ്ട് പുറത്തുവിടാത്തതാണ്. സ്ത്രീകളോട് പോയിട്ട് മെസ്സഞ്ചറിൽ പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ എത്ര സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെന്നറിയോ? അപ്പോൾ അങ്ങനെയുള്ള കള്ളനെയൊക്കെയാണ് കേരളത്തിലെ മീഡിയ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ പറയുന്നത്, എനിക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമി ന്യൂസിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞപ്പോഴും എൻ്റെ രോഗത്തെ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിൽ അവനെ കൗണ്ടർ ചെയ്യാം. ഞാൻ പിന്നീട് സംസാരിക്കാൻ വന്നപ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നത് ഞാൻ ഇതൊക്കെ വിളിച്ച് പറയുമോ എന്നുള്ള പേടിയിലാണ്. ഞാൻ മോഹൻലാൽ പറയേണ്ട ഡയലോഗാണ് ഇതിന് പറയേണ്ടത്. അപ്പോൾ പിന്നെ എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. നമുക്ക് ഇഷ്ടംപോലെ കഥകൾ പറയാനുണ്ട്, ഇഷ്ടംപോലെ കഥകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? തുടർച്ചയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോരുത്തരെ കണ്ട് അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് നിരന്തരം സംസാരിച്ച് ബ്ലഡ് മണിയെ പറ്റി അവരുടെ അടുത്ത് മിണ്ടാൻ പറ്റത്തില്ല. നിങ്ങൾ ആ മനോരമയിലെ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ബാബുജൻ സാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബ്ലഡ് മണിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ അവർ പൊളിച്ചടങ്ങി പോകും. ഇവിടെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ അന്തംകെട്ട അണികളും PR ഏജൻസിയും, പിന്നെ ഇന്നലെ മൂപ്പരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്, ഈ 90 വയസ്സുള്ള മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. കുറച്ച് പേര് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്, അവിടെ അത് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മുഴുവൻ കള്ളം പറയുന്നത് മൊത്തം കള്ളം. യഥാർത്ഥത്തിൽ നമ്മളിതിൻ്റെ 1-ാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് പിന്നെ ഒരു പിന്നെ വിദേശകാര്യ വിദഗ്ധൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എൻ്റെ കമൻറ്റിൽ വന്ന് എഴുതിയിട്ട് വധശിക്ഷ റദ്ദാക്കിയത്. എങ്ങനെയാണ് ചങ്ങാതി നീയൊക്കെ വിശ്വസിക്കുന്നത്? അയാൾക്കൊക്കെ ഒരു അല്പം ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സജി മാർക്കോസ് എന്ന് പറയുന്ന പിന്നെ ഒരു മനുഷ്യൻ വന്ന് എഴുതിയിടാണ് നിനക്ക്, എന്നിട്ട് ഒരു വംശീയമായ വാക്കും കോയ എന്ന് പറഞ്ഞിട്ട് വംശീയ വിളിയും, പിന്നെ നിനക്ക് മതിയായില്ല കോയ, വധശിക്ഷ റദ്ദാക്കിയത് കാന്തപുരത്തിൻ്റെയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ഒഫീഷ്യൽ തീരുമാനം വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അറിയിക്കും. അത് എപ്പോൾ അറിയിക്കുമെന്നറിയാമോ? നിമിഷ ഇന്ത്യയിൽ വന്നതിന് ശേഷമേ അത് പുറത്തുവിടാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിമിഷയെ അവിടുന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കി അവിടെ നിന്ന് ഇന്ത്യയിൽ എത്തിയതിന് ശേഷം ഫാദർ ഉഴുന്നാലിൻ്റെ വിഷയത്തിൽ ഏത് മാർഗ്ഗത്തിലാണോ ബാബു ജോൺ സാറും ടീമും നീങ്ങിയത്, അതേ ടീം തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവിടുന്ന് ഒരാൾക്കും മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി വിടേണ്ടത്, എങ്ങനെയാണ് അവരെ ഇന്ത്യയിൽ എത്തിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയും. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ യമനിലെ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെ ബ്ലണ്ടർ അടിക്കാമെന്നുള്ളതല്ലാതെ ഇതിൻ്റെ റിയാലിറ്റിയിൽ ഇടപെടുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. മിണ്ടിയാൽ ഹീറ്റാകുന്ന ആളുകളാണ് തലാലിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. മിണ്ടിയാൽ അങ്ങനെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് മണിയെ പറ്റി അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ കിസാസ് ആവശ്യപ്പെടുന്നവരാണ്. ക്രൂരമായ കൊലപാതകമാണ് നടത്തിയത്. നിമിഷ എന്ന് പറയുന്നത് കാന്തപുരം വിഭാഗം പറയുന്നത് കേട്ടപ്പോൾ നിമിഷ എന്തോ ഒരു വലിയ മാലാകയെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒന്നും നിമിഷ ആക്ഷൻ കൗൺസിലിൽ ഒരാൾക്കും അങ്ങനെ അഭിപ്രായമില്ല. നിമിഷ എന്ന് പറയുന്നത് ക്രൂരമായ കൊലപാതകം ചെയ്ത വ്യക്തിയാണ്. 100% 100% ക്രൂരമായ കൊലപാതകം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അവരുടെ മകൾക്ക് വേണ്ടി, അവരുടെ അമ്മയ്ക്ക് വേണ്ടി അവരെ പിന്നെ എന്താണ് അവരെ വിട്ടു തരണം, നിങ്ങൾ മാപ്പ് കൊടുക്കണം, നിങ്ങൾ ദയവ് ഇത് മാപ്പ് കൊടുക്കണം എന്ന് പറയാൻ മാത്രമേ നമുക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഓരോരുത്തർ ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും ഇവിടെ ബഹളങ്ങൾ ഉണ്ടാകും തോറും, ഇവിടെ ഈ പറയുന്ന PR ഏജൻസിയുടെ അന്തംകെട്ട അണികളുടെ ഈ സാധനങ്ങൾ ഉണ്ടാകും തോറും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ അവർ ആ ചർച്ചകൾക്ക് അവിടെ മുടക്കുക. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അറിയാം, ഞങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട. ഇപ്പോൾ 14-ാം തീയതിയിലത്തെ ലെറ്റർ കൊണ്ടുവന്ന് 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ കേരളത്തിലെ പൊതുജനത്തെയും മീഡിയയെയും പറ്റിച്ചതുപോലെ പിന്നെ പറ്റിച്ച് മുഖം കെട്ടു. അത് ആളുകൾ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുഖം കെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പം വധശിക്ഷ ഞാൻ വിളിച്ചിട്ട് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ തെളിവ് എവിടെ? ഒരു കഷ്ണം പേപ്പർ കൊണ്ടോ, എന്നിട്ട് മീഡിയ കൊടുക്ക്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ പേര് നിങ്ങൾ കൊടുത്തോ, പക്ഷേ ഒരു കഷ്ണം പേപ്പർ അവതരിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ കൊടുക്കുക. ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് കൊടുക്കുക, റദ്ദാക്കി എന്നൊക്കെ. ഇതൊക്കെ റദ്ദാക്കി എന്ന് പറഞ്ഞ് ഇവിടെ വാർത്ത വരുമ്പോൾ, ഇവിടെ റദ്ദാക്കി എന്ന് വാർത്ത വന്നതിന് ശേഷമാണ് തലാലിൻ്റെ സഹോദരൻ കോടതിയിൽ പോകുന്നത് വധശിക്ഷ ഉടനടി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ്. എന്തൊരു ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇനി ആരും നടത്തേണ്ട എന്നുള്ളതാണ്. അവിടെ ചർച്ച വിജയകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തോന്നിവാസം ഈ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തുടക്കത്തിൽ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് പിന്നെ ദയവ് ഇത് ഈ നിമിഷ ആക്ഷൻ കൗൺസിലിനെയും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനെയും ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ നിങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നത് നിർത്തണം എന്ന് മാത്രമേ അള്ളാഹുവിൻ്റെ പേരിൽ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അഭ്യർത്ഥിക്കാനുള്ളൂ.